ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഡീമൾട്ടിപ്ലെക്സർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് മൾട്ടിപ്ലെക്സർ. അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള മൾട്ടിപ്ലെക്സേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഡീമൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് പെർഫോംസ് ദി റിവേഴ്സ് ഓപ്പറേഷൻ ഓഫ് മക്സ്. മൾട്ടിപ്ലെക്സറിൻ്റെ റിവേഴ്സ് ഓപ്പറേഷനാണ് ഏതിൽ ചെയ്യുന്നത്? ഡീമൾട്ടിപ്ലെക്സറിൽ ചെയ്യുന്നത്. അപ്പം മൾട്ടിപ്ലെക്സറിൽ നമുക്കറിയാം എത്ര ഇൻപുട്ട് ഉണ്ട്? മെനി ഇൻപുട്ടും സിംഗിൾ ഔട്ട്പുട്ടുമാണ്. അപ്പോൾ ഡീമൾട്ടിപ്ലെക്സറിൽ 1 ഇൻപുട്ടും മെനി ഔട്ട്പുട്ടുമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഡീമൾട്ടിപ്ലെക്സർ ഈസ് എ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്. ഇതും ഒരു കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടാണ്. അതിലെന്താണ് ചെയ്യുക? ദാറ്റ് റിസീവ്സ് ഇൻഫർമേഷൻ ഓൺ എ സിംഗിൾ ലൈൻ. ഒരു സിംഗിൾ ലൈനിലൂടെ ഇൻഫർമേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ 2n ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ലൈനിലേക്ക് ഡാറ്റ കൊടുക്കും. ഓക്കെ, അതാണ് ഡീമൾട്ടിപ്ലെക്സറിൽ ചെയ്യുന്നത്. ഇനി ഡീമൾട്ടിപ്ലെക്സർ മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇതും ട്രാൻസ്മിഷൻ പർപ്പസിന് വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അറ്റ് ദ ട്രാൻസ്മിഷൻ പർപ്പസിൽ അറ്റ് ദ സെൻഡിങ് എൻഡ് നമ്മുടെ കയ്യിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ ലൈൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൽ നിന്നും ട്രാൻസ്മിഷൻ ചാനലിലൂടെ സെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ഡാറ്റ ലൈനിലെ ഡാറ്റയെ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇതിലുള്ള ഡാറ്റാസിനെ സെലക്ട് ചെയ്യണം. അതിന് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? മൾട്ടിപ്ലെക്സറാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെലക്ഷൻ ചെയ്യുന്നത് ഡാറ്റ സെലക്ടർ ആണ്. ആര്? മൾട്ടിപ്ലെക്സർ. ഇനി അറ്റ് ദ റിസീവിങ് എൻഡ്, ദിസ് ഈസ് ദി സെൻഡിങ് എൻഡ്. ഇനി റിസീവിങ് എൻഡിൽ മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ കുറേ ലൈൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സിംഗിൾ ഡാറ്റേനെ അല്ലെങ്കിൽ സിംഗിൾ ഡാറ്റ ലൈനിനെ സെലക്ട് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് യൂസ് ചെയ്യും? ഡീമൾട്ടിപ്ലെക്സർ യൂസ് ചെയ്യും. ഓക്കെ, ഈ വരുന്ന ഡാറ്റ ഇവിടെ ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഡീമൾട്ടിപ്ലെക്സറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീമൾട്ടിപ്ലെക്സറിനെ ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയാം. ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടർ ആണ് ആര്? ഡീമൾട്ടിപ്ലെക്സർ. ഓക്കെ, ഇനി ഡീമൾട്ടിപ്ലെക്സറിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് പോകാം. ഡീമൾട്ടിപ്ലെക്സറിൻ്റെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുമ്പോൾ എത്ര ഇൻപുട്ട് ഉണ്ടാവും? 1 ഇൻപുട്ട് ഉണ്ടാവും. എത്ര ഔട്ട്പുട്ട് ഉണ്ടാവും? മെനി ഔട്ട്പുട്ട്സ് ഉണ്ടാവും. ഓക്കെ, ഇതിനെ ഡീമൾട്ടിപ്ലെക്സർ എന്ന് പറയും. ഇനി ഈ സെലക്ഷന് വേണ്ടി ഇതിലും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഒരു സെലക്ഷൻ വേരിയബിൾ യൂസ് ചെയ്യും. പിന്നെ ഡീമൾട്ടിപ്ലെക്സറിലും മൾട്ടിപ്ലെക്സറിലും മറ്റൊരു സിഗ്നലും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് എനേബിൾ സിഗ്നൽ. ഓക്കെ, ഈ എനേബിൾ സിഗ്നലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ഔട്ട്പുട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എനേബിൾ സിഗ്നൽ 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. എനേബിൾ സിഗ്നൽ 0 ആണെങ്കിൽ ഡോണ്ട് കെയർ കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡീമൾട്ടിപ്ലെക്സറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ദിസ് ഈസ് ദി എനേബിൾ സിഗ്നൽ. ഓക്കെ, ഇനി അവൈലബിൾ ആയിട്ടുള്ള ഡീമൾട്ടിപ്ലെക്സേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ മൾട്ടിപ്ലെക്സർ കണ്ടതാണ് 2/1, 4/1, 8/1, അതേപോലെ 16/1, 32/1. ഇനി അവൈലബിൾ ഡീമൾട്ടിപ്ലെക്സർ ആണ് 1/2, 1/4, 1/8, 1/16, 1/32. ഓക്കെ, ഇതിൽ 1 ഇൻപുട്ട് 2 ഔട്ട്പുട്ട്. ഇതിൽ 1 ഇൻപുട്ട് 4 ഔട്ട്പുട്ട്. ഇതിലും 1 ആൻഡ് 8 ഔട്ട്പുട്ട്, 1 ഇൻപുട്ട് 16 ഔട്ട്പുട്ട്, 1 ഇൻപുട്ട് 32 ഔട്ട്പുട്ട്. ഓക്കെ, ഇനി
ഇതിന് എത്ര സെലക്ഷൻ ലൈൻ വേണം? ഇതിന് ഒരു സെലക്ഷൻ ലൈൻ, ഇത് 2, 2 സോറി ഇത് 3, 4 ആൻഡ് 5 സെലക്ഷൻ ലൈൻ. ഓക്കെ, ഇനി നമുക്ക് 1/2 ഡിമൾട്ടിപ്ലെക്സറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം എങ്ങനെയാണ് വരിക? 1 ഇൻപുട്ട് ഉണ്ടാവും, അതേപോലെ ഒരു എനേബിൾ സിഗ്നൽ ഉണ്ടാവും, പിന്നെ 1 സെലക്ഷൻ വേരിയബിൾ ഉണ്ടാവും, മെനി ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, ഇത് 1/2 ഡിമക്സ്. ഓക്കെ, 1/2 ഡിമക്സ് ആണിത്. ദിസ് ഈസ് ദി ഔട്ട്പുട്ട് ലൈനാണ് ഇത്രയും. ഓക്കെ, ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിളിലേക്ക് പോകാം. വൺ ബൈ ടു ഡിമൾട്ടിപ്ലെക്സറിൻ്റെ ട്രൂത്ത് ടേബിളിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു എസ് സെലക്ഷൻ വേരിയബിൾ ഉണ്ടാവും, പിന്നെ 2 ഔട്ട്പുട്ട് ഉണ്ടാവും, y0 ആൻഡ് y1. ഓക്കെ, ഇനി സെലക്ഷൻ ലൈന് 0 ആണെങ്കിൽ ഏതിനെയാണ് സെലക്ട് ചെയ്യുക? y0 അല്ലെങ്കിൽ ഇൻപുട്ടിനെ സെലക്ട് ചെയ്യും. വരുന്ന ഇൻപുട്ടിനെ ഏത് സിഗ്നൽ? y0 എന്ന് പറയുന്ന 2 ഔട്ട്പുട്ട് സിഗ്നലാണുള്ളത്, y0യും y1ഉം. അപ്പം എസിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ y0 സെലക്ട് ചെയ്യും. ആര്? ഐ എന്ന് പറയുന്ന ഇൻപുട്ടിനെ. y1 എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി എസ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ y0 0യും y1 ഇൻപുട്ടിനെ സെലക്ട് ചെയ്യും. ഓക്കെ, ഇനി ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? ഇക്വേഷൻ എങ്ങനെ വരും? y0 ഇസ് ഈക്വൽ ടു എസിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? 0. അപ്പം എസ് കോംപ്ലിമെൻറ്റ്, പിന്നെ y0യുടെ വാല്യൂ എത്രയാണ്? i. ദാറ്റ് ഈസ് i. എസ് കോംപ്ലിമെൻറ്റ് i. ഇനി y1 ഇസ് ഈക്വൽ ടു എന്ത് വരും? എസ് i. ഓക്കെ, ഇനി ഇതിൻ്റെ ലോജിക് ഡയഗ്രം എങ്ങനെ വരക്കാം? y0 is equal to s0 or s complement I, y1 equal to s I. ഓക്കെ, ഇനി നമുക്ക് 2 ഇൻപുട്ടാണുള്ളത്. ഏതൊക്കെയാണ്? എസ്, ഓക്കെ, പിന്നെ ഐയും. ദിസ് ഈസ് ദി ഐ. y0 എന്ന് പറയുമ്പം എസ് കോംപ്ലിമെൻ്റ് ആണ് അല്ലേ? എസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പം ഓർ ചെയ്യണം, സോറി നോട്ട് നെഗേഷൻ ചെയ്യണം, പിന്നെന്താണ്? ആൻഡ്. ഏത് കിട്ടും? y0. ദിസ് ഈസ് ദി എസ് കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? ഐയും എസും, y1. ഓക്കെ, അപ്പോൾ ഇതൊരു കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടാണ്. കാരണം എന്താ? ഇതിൽ നോട്ട് ഗേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഗേറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദി ലോജിക് സർക്യൂട്ട് ഫോർ 1/2 ഡിമൾട്ടിപ്ലെക്സർ. ഓക്കെ, ഇനി 1/4 ഡിമൾട്ടിപ്ലെക്സർ ആണ്. 1/4 ഡിമൾട്ടിപ്ലെക്സറിൽ 1 ഇൻപുട്ടാണുള്ളത്, 4 ഔട്ട്പുട്ട് ഉണ്ട്. എത്ര സെലക്ഷൻ ലൈൻ വേണം? 2 സെലക്ഷൻ ലൈനാണ് വേണ്ടത്. ദിസ് ഈസ് ദി 1/4 ഡിമക്സ്. 4 ഔട്ട്പുട്ട് ഉണ്ടാവും. ഓക്കെ, സിംഗിൾ ഇൻപുട്ട് ഉണ്ടാവും, ഒരു എനേബിൾ 2 സെലക്ഷൻ ലൈൻ, S1, S0. This is the LSB,
S1 is the MSB. Okay, this is I, then Y0, Y1, Y2, Y3. Okay, this is the block diagram of 1/4 demultiplexer. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ട്രൂത്ത് ടേബിളിൽ S0 ഉണ്ടാവും, ഫസ്റ്റ് S1, S0, Y0, Y1, Y2, Y3. ഓക്കെ, ഇത് രണ്ടും 0 ആണെങ്കിൽ ഏതാണ് സെലക്ട് ചെയ്യുക? Y0 ഇതിനെ സെലക്റ്റും, ബാക്കി 0. ഇനി 0, 1 ആണെങ്കിൽ ഇത് 0, ദിസ് ഈസ് ഇൻപുട്ട് 0. ഇനി 1, 0 ആണെങ്കിൽ Y0, 0, Y1, 0, I, then 0. ഇനി 1, 1 ആവുമ്പോൾ ഇതൊക്കെ 0 വരും. ഇത് സെലക്ട് ചെയ്യും, ഇത് സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു 1/4 ഡിമൾട്ടിപ്ലെക്സറിൻ്റെ ട്രൂത്ത് ടേബിളിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കംപ്ലീറ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ എക്സ്പ്രഷൻ എഴുതുക, അതേപോലെ ഇതിൻ്റെ ലോജിക് സർക്യൂട്ടും ഡിസൈൻ ചെയ്യുക. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.